എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അവരവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കണം എന്നുള്ളത്. എന്നാൽ ദൈവവിശ്വാസികളായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവൻ്റെ സമയത്ത് നടക്കണം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് കാര്യങ്ങൾ സാധ്യമാകണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. ആ സമയം നമ്മുടെ സമയമല്ല, അത് ദൈവത്തിൻ്റെ കൃത്യമായ സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ സൗഖ്യത്തിനായി, നിങ്ങളുടെ വിവാഹം നടക്കേണ്ടതിനായി, നിങ്ങൾക്ക് ആ ജോലി ലഭിക്കേണ്ടതിനായി, നിങ്ങൾക്ക് ആ നന്മ ഉണ്ടാകേണ്ടതിനായി, നിങ്ങളെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിനായി, ദൈവത്തിന് നിങ്ങളെ മാനിക്കേണ്ടതിനായി, ദൈവം നിങ്ങളെ ആരോഗ്യമുള്ളൊരു വ്യക്തിയായി എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടതിനായിട്ടൊക്കെ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. ബൈബിളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സങ്കീർത്തനം 102-ന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. അപ്പോൾ സിയോനോട് എഴുന്നേറ്റ് ദൈവത്തിന് കൃപ കാണിക്കുവാൻ, അവിടെ കൃപ എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ഫോർ ദ ടൈം ടു ഫേവർ എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ ആ ഫേവർ നമ്മളിൽ വെളിപ്പെടുവാൻ, അടുത്ത ആ വേർഡിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദ സെറ്റ് ടൈം, ദൈവത്താൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയാകും. അതിനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു ശക്തികൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിൻ്റെ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. യോഹന്നാൻ 5:4 നമ്മൾ കാണുന്നുണ്ട്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും, ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമായി തീരും. ഒത്തിരി രോഗികൾ ആ കുളക്കരയിൽ കിടപ്പുണ്ട്. ആ രോഗികളുടെ ആരുടെയും സമയത്തല്ല ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നത്. അവരെ സുഖമാക്കുവാൻ, അതിലെ ചില രോഗികൾക്ക് സൗഖ്യമുണ്ടാകുവാൻ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുന്നു, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കുന്നു.